ലേൺ ലൈഫിലേക്ക് സ്വാഗതം. വിവാഹം കഴിഞ്ഞാൽ സാധാരണ നിലയിൽ ഒരു പുരുഷൻ്റെ പ്രഥമ വനിത ആരായിരിക്കണം? ഒന്നാമത്തെ സ്ത്രീ ആരായിരിക്കണം? ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തി കഴിഞ്ഞാൽ ഒരുപാട് കുടുംബങ്ങളിലെ പ്രശ്നങ്ങൾ അവസാനിക്കും. ഡിവോഴ്സിലേക്ക് പോകുന്ന, വിവാഹ മോചന കാര്യത്തിലേക്ക് പോകുന്നതിൽ ഏറ്റവും അധികം പ്രശ്നമുണ്ടാക്കുന്ന ഒരു സംഭവമാണ് ഭാര്യയുമായി സ്വന്തം അമ്മയ്ക്ക് ഉള്ള പ്രശ്നങ്ങൾ. സ്വന്തം അമ്മ എന്ന് പറഞ്ഞാൽ ഭർത്താവിൻ്റെ അമ്മയ്ക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. അമ്മായി പോര് എന്ന് നമ്മുടെ നാട്ടിൽ പരക്കെ പറയുന്ന ഒരു സംഭവമാണ്. മരുമകൾ വന്ന് കയറിയാൽ അതോടെ അമ്മായി അമ്മയ്ക്ക് ഹാലിളകാൻ തുടങ്ങും. എല്ലായിടത്തും അല്ല കേട്ടോ, മഹാഭൂരിപക്ഷം സ്ഥലത്തും ഉണ്ട് എന്നുള്ളതാണ് വാസ്തവം. 90% കുടുംബങ്ങളിലും ഈ ഇഷ്യൂ നിലവിലുണ്ട്. ബാക്കിയുള്ള സ്ഥലങ്ങളിൽ മാത്രമേ ഒരുവിധം അമിക്കബിളായി ഇതെല്ലാം പോകുന്നുള്ളൂ. ദാമ്പത്യ ബന്ധം ഊഷ്മളമാകണമെങ്കിൽ കൗൺസിലിങ്ങിന് വരുന്ന പലരോടും പറയാറുള്ള ഒന്നാമത്തെ കാര്യം, നിങ്ങൾ ഇപ്പോൾ എവിടെയാണ് താമസിക്കുന്നത് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം നൽകണം എന്നുള്ളതാണ്. പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ ഏറ്റവും വലിയ പശ്ചാത്തലം ഒരുക്കുന്നത് ഈ ഭാര്യയും ഭർത്താവുമായി ജീവിതം തുടങ്ങിക്കഴിഞ്ഞാൽ, അതായത് കുടുംബ ജീവിതം ആരംഭിച്ചു കഴിഞ്ഞാൽ സെപ്പറേറ്റ് ആകണം എന്നുള്ളതാണ്. മറിച്ച് ഭർത്താവിൻ്റെ വീട്ടിലോ ഭാര്യയുടെ വീട്ടിലോ കഴിയുകയാണെങ്കിൽ, അല്ലെങ്കിൽ അവിടെ തുടരുകയാണെങ്കിൽ പുകയാണ് നിങ്ങളുടെ ജീവിതം. ഇത് എല്ലായിടത്തുമാണോ എന്ന് ചോദിച്ചാൽ അടിവരയിട്ട് വീണ്ടും പറയാം, ഏകദേശം വലിയൊരു ശതമാനം വീടുകളിലുള്ള പ്രശ്നങ്ങൾ ഒന്നുകിൽ ഭർത്താവിൻ്റെ വീട്ടിൽ കൂടി ഭാര്യ താമസിക്കും, ഇല്ലെങ്കിൽ ഭാര്യയുടെ വീട്ടിൽ കൂടി ഭർത്താവ് താമസിക്കും. ഇതാണ് പ്രശ്നം ഉണ്ടാകുന്നത്. ഈ പ്രശ്നം ഉണ്ടാകുന്നതിൻ്റെ അടിസ്ഥാനപരമായി ഒരു ശത്രുവിനെ നമുക്ക് കണ്ടെത്താൻ കഴിയും. അത് ഒരുപക്ഷെ അമ്മായിയമ്മ തന്നെ ആയിരിക്കും, ഇല്ലെങ്കിൽ വീട്ടിൽ വന്നു കയറുന്ന മരുമകളും ആയിരിക്കും. ഇത് ഉണ്ടാകുന്നതിൻ്റെ പ്രധാന സംഭവം എന്താണെന്ന് പറഞ്ഞാൽ, ഈ ഭർത്താവെന്ന മനുഷ്യന് നട്ടല്ലില്ലാതെ വരുമ്പോഴുണ്ടാകുന്ന സംഭവങ്ങളാണ്. അയാൾ അമ്മ വിവാഹം കഴിഞ്ഞാലും അമ്മയെ ഒന്നാം സ്ഥാനത്ത് നിർത്തിക്കൊണ്ട് അങ്ങ് ജീവിക്കാൻ തുടങ്ങും. അമ്മ പറയുന്നതിനപ്പുറം ഒന്നും ചെയ്യില്ല. അമ്മയുടെ ഉപദേശത്തിനപ്പുറം ആരുടെ ഉപദേശവും കേൾക്കില്ല. അമ്മ കഴിഞ്ഞു മതി എനിക്ക് ലോകത്തുള്ള ആരും എന്നുള്ള നിലപാടാണ്. ചില സാഹചര്യങ്ങളിൽ അതിന് നമ്മൾ അംഗീകരിച്ചു കൊടുക്കാം. ഭർത്താവ് അതിന് പറയുന്ന ന്യായീകരണങ്ങൾ, അമ്മയാണ് എൻ്റെ പുന്നാര അമ്മ, എന്നെ വളർത്തിയതമ്മ, എന്നെ പഠിപ്പിച്ചതമ്മ, എനിക്ക് ഭക്ഷണം തന്നതമ്മ, കുളിപ്പിച്ചതമ്മ, വസ്ത്രം കഴുകിയതമ്മ, എല്ലാം അമ്മയാണ് നാളിതുവരെ ചെയ്തത്. ഇന്നലെ വന്നു കയറിയ ഭാര്യ എന്ന് പറയുന്ന നിനക്ക് ഇനി ഞാൻ പൂർണ്ണമായ പ്രാഥമിക സ്ഥാനം നൽകണം എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയെ മാറ്റി നിർത്തി നിന്നെ ഞാൻ അങ്ങോട്ട് പൂർണ്ണമായും നമ്പർ 1 ആക്കി നിർത്തണം എന്ന് കരുതിയാൽ ഇവിടെ നടപ്പില്ല. അങ്ങനെയാണെങ്കിൽ നിനക്ക് നിന്റെ വീട്ടിൽ പോകാം. ഈ വീട്ടിൽ കഴിയണം എങ്കിൽ എൻ്റെ അമ്മയെ അംഗീകരിച്ച്, ഞാൻ എൻ്റെ അമ്മയെ സ്നേഹിക്കുന്നത് പോലെ സ്നേഹിച്ച്, അതുപോലെ അമ്മ പറയണത് പോലെ കേട്ട് ജീവിച്ചാൽ നിനക്ക് എൻ്റെ ഭാര്യയായി തുടരാം. ഇല്ലെങ്കിൽ നിനക്ക് പോകാം, നിന്റെ വീട്ടിൽ പോകാം, നിനക്ക് സൗകര്യമുള്ളിടത്ത് പോകാം. ഇവിടെ ഇങ്ങനെയാണ് നടപ്പ്, ഇതാണ് എൻ്റെ തീരുമാനം. ഇങ്ങനെ പ്രഖ്യാപിച്ചുകൊണ്ട് അമ്മ സ്നേഹം അങ്ങ് വിളംബരം ചെയ്യുന്ന ഭർത്താക്കന്മാരെ യഥാർത്ഥത്തിൽ കാണിക്കുന്നത് വലിയൊരു ക്രൂരതയാണ്. കാരണം നിങ്ങളുടെ അമ്മയെ നിങ്ങളെ സ്നേഹിക്കണ്ട എന്ന് ആരും പറയില്ല. സ്നേഹിക്കണം. അവരുടെ അവസാന കാലം വരെ താങ്ങായി നിങ്ങൾ നിൽക്കണം. കാരണം നിങ്ങൾ മകനാണ്. മകന് അമ്മയുടെ സ്നേഹം വേണം, അമ്മയ്ക്ക് തിരിച്ചും വേണം. പക്ഷേ വിവാഹത്തിന് ശേഷം ഭാര്യയ്ക്ക് ഒരു പ്രഥമ സ്ഥാനം നിങ്ങൾ നൽകണം. കാരണം ലൈഫിൽ ഉടനീളം നിങ്ങളോടൊപ്പം പിന്നെ ഉണ്ടാകുന്നത് നിങ്ങളുടെ ഭാര്യയാണ്. അമ്മ പ്രായമാകും, അമ്മ പോകും. അമ്മ പോയാലും നിങ്ങളെ താങ്ങും തണലും നിങ്ങളുടെ ഭാര്യയാണ്. നിങ്ങളെ മക്കളെ പ്രസവിക്കേണ്ട സ്ത്രീയാണ്, നിങ്ങളെ പരിചരിക്കേണ്ട സ്ത്രീയാണ്. ആ സ്ത്രീക്ക് പരിഗണന കൊടുക്കാൻ നിങ്ങൾക്ക് ഒട്ടും വയ്യ. മറിച്ച് പ്രഥമ പരിഗണന അമ്മയ്ക്കാണ്.
അങ്ങനെ വേണ്ട, പ്രഥമ പരിഗണന ഭാര്യയ്ക്ക് തന്നെ അങ്ങ് കൊടുക്കുക. അമ്മയെ തള്ളിക്കളയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. പക്ഷേ അമ്മ തീരുമാനിക്കും നിങ്ങൾ സിനിമയ്ക്ക് പോകണോ വേണ്ടയോ, കല്യാണത്തിന് പോകണോ വേണ്ടയോ, നിങ്ങൾ ഏത് വസ്ത്രം എടുക്കണം, പിന്നെ മകന്റെ ഭാര്യ ഏത് വസ്ത്രം ഉടുക്കണം, കല്യാണത്തിന് പോകുമ്പോൾ എന്ത് ഉടുക്കണം, അവളുടെ ഗോൾഡ് എന്ത് ചെയ്യണം, അവളെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ എല്ലാം അമ്മ തീരുമാനിക്കും. ഈ ഭർത്താവ് എന്ന് പറയുന്ന മനുഷ്യൻ അതെല്ലാം അങ്ങ് അനുസരിച്ച് അംഗീകരിച്ച് ജീവിച്ചു കൊള്ളണം. ഇത് പറയുന്ന അമ്മമാരെ കുറിച്ച് പറയാനുള്ളത്, ഇവർ ഒരു വലിയ കുടുംബ ജീവിതത്തിനെ തകർക്കുകയാണ് ചെയ്യുന്നത്. അമ്മ നില എന്ന് പറഞ്ഞാൽ മകന്റെ വിവാഹ ജീവിതത്തോടു കൂടി അവർ രണ്ടാം സ്ഥാനത്തേക്ക് സ്വയം മാറിക്കൊടുക്കണം. അവർ ഭാര്യയും ഭർത്താവുമായി. ഇനി അവരുടെ ഇഷ്ടം അവർ ചെയ്യട്ടെ. അവർ സിനിമയ്ക്ക് പോകണോ പോകട്ടെ, അവർ കല്യാണത്തിന് പോകണോ പോകട്ടെ, അവർ എന്ത് കഴിക്കണം, എപ്പോ കഴിക്കണം, എങ്ങനെയാകണം, അത് അവരുടെ തീരുമാനമാണ്. വിവാഹത്തിന് മുമ്പ് നിങ്ങളുടെ മകനെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിലയ്ക്ക് നിർത്താം. ആ കാലവും കഴിഞ്ഞു, അത് വേറൊരു എപ്പിസോഡിൽ പറയാം. പക്ഷേ ഈ അമ്മയ്ക്കൊരു വിചാരം, ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം എൻ്റെ മകൻ എന്നെ അനുസരിച്ച് ജീവിക്കണം. ചില അച്ഛന്മാർക്ക് ഇതുണ്ട് കേട്ടോ. അച്ഛന്മാരെ കാര്യം മറ്റൊരു എപ്പിസോഡിലേക്ക് മാറ്റുകയാണ്, എല്ലാം കൂടി പറയാൻ സമയക്കുറവുണ്ട്. അപ്പൊ ഈ അമ്മയ്ക്കുള്ള ഈ പിടിവാശി കാരണം ഈ മകൻ യഥാർത്ഥത്തിൽ തീ തിന്നേണ്ടി വരുന്നു. ഭാര്യയും വേണം, അമ്മയും വേണം. ഇതിന് ഇടയിൽ ഇയാൾ കാണിച്ചു കൂട്ടുന്ന പരാക്രമങ്ങൾ ചില്ലറയൊന്നുമല്ല. പാവം ചില ഭർത്താക്കന്മാരുടെ കാര്യം സഹതാപം അർഹിക്കുന്നതാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അമ്മയെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം, ആ ഭാര്യയെ പോറലേക്കാതെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം, ഇതൊന്നും അറിയാതെയാണ് നെട്ടോട്ടം ഓടുന്നത്. പലപ്പോഴും പല വീടുകളിലും അമ്മായി അമ്മ പോര്. അത് കാരണം ഭർത്താക്കന്മാർ വീട്ടിൽ പോലും പോകാൻ മടിയാണ്. അവർ രാത്രി പാതിരാത്രിയാവുന്നവർ എവിടെയെങ്കിലും കറങ്ങി നടക്കും. ഒന്നുകിൽ വെള്ളമടിക്കാൻ പോകും, ഇല്ലെങ്കിൽ കൂട്ടുകാരോടൊപ്പം കറങ്ങി നടക്കും, ഇല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി പാർക്കിലോ മറ്റോ ഒറ്റയ്ക്ക് ഇരിക്കും. കാരണം വീട്ടിൽ വന്ന ഈ ഗുസ്തി കാണുന്നത് ആരുടെ പക്ഷം പിടിക്കും. അപ്പം അമ്മയെങ്കിലും ഉറങ്ങിയിട്ട് പോകാം എന്നുള്ളതാണ്. ചില ഭർത്താക്കന്മാർക്ക് നന്നായിട്ടറിയാം അമ്മയുടെ സ്വഭാവം, അമ്മയുടെ കാര്യങ്ങളെല്ലാം ഭർത്താക്കന്മാർക്ക് അറിയാം. പക്ഷേ ഈ അറിവ് ഭാര്യയെ കൂടി ഉൾക്കൊണ്ടാൽ പ്രശ്നമില്ല. ഭാര്യയ്ക്ക് അമ്മയുടെ ചില പ്രശ്നങ്ങൾ അറിയാം എന്നുണ്ടെങ്കിൽ ഈ അമ്മ ഇങ്ങനെയാണ്, അതുകൊണ്ട് ഈ അമ്മയെ ഈ രീതിയിൽ ഞാൻ ട്രീറ്റ് ചെയ്താൽ എനിക്ക് പ്രശ്നമില്ല എന്ന് ഒരു ഭാര്യയ്ക്ക് ബോധ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നം തീർന്നു. അമ്മ ഇടയ്ക്കിടയ്ക്ക് ഈ അമ്മ എന്നെ ചില കാര്യങ്ങൾ നിയന്ത്രണം കാണിക്കും, അങ്ങ് സഹിച്ചേക്കാം എന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല. വലിയ പ്രോബ്ലം ഇല്ലാതെ ഭർത്താവും ഭാര്യയും തമ്മിലുള്ള പ്രശ്നം ഇല്ലാതെ, കുടുംബത്തിൽ പ്രശ്നമില്ലാതെ അങ്ങ് മുന്നോട്ട് പോകും. പക്ഷേ ഉരുളയ്ക്ക് ഉപ്പേരി കൊടുക്കാനും ഒക്കെ തുനിയുമ്പോഴാണ് പ്രോബ്ലം ഏറ്റവും കൂടുതൽ സജീവമാകുന്നത് എന്നുള്ളതാണ്. ഇവിടെ പറയുന്ന പലപ്പോഴും എൻ്റെ അടുക്കൽ കൗൺസിലിങ്ങിന് വന്നിട്ടുള്ള ആളുകൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഈ തൻ്റെ വീട്ടുകാരെ കുറിച്ച് അമ്മ ചീത്ത പറയുന്നു. എന്നെക്കുറിച്ച് പറഞ്ഞോട്ടെ, എൻ്റെ വീട്ടുകാരെ കുറിച്ച് കൂടി എന്തിനാണ് ഈ അമ്മ ചീത്ത വിളിക്കുന്നത്? ഇതാണ് പല ഭാര്യമാരുടെയും ചോദ്യം. അവർ പറയുന്നത് ശരിയാണ്. ആദ്യം ഈ അമ്മ അവരുടെ നാക്ക് നീട്ടുന്നത് ഈ മകന്റെ ഭാര്യയുടെ കുടുംബത്തെ കുറിച്ചായിരിക്കും, ഉടക്ക് വന്നാലും ഇല്ലെങ്കിലും. ആ കുടുംബത്തിൽ കയറണ്ടെന്ന് ഞാൻ പറഞ്ഞതാണ് അവരോട്. അതില്ലെങ്കിലും നിന്റെ കുടുംബം അങ്ങനെ തന്നെയാണ്. ആ കുടുംബത്തിൽ നിന്ന് വന്നവരാരെങ്കിലും ശരിയായി പോയിട്ടുണ്ടോ? ഞാൻ അന്വേഷിച്ചപ്പോൾ അറിയണതൊക്കെ നിന്റെ കുടുംബത്തിലെ എല്ലാവർക്കും ഈ ഗതി തന്നെയാണെന്നാ. അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഒന്നീ പഠിപ്പ് വേണം, ഇല്ലെങ്കിൽ വിവരം വേണം, ഇല്ലെങ്കിൽ മക്കളെ പഠിപ്പിക്കുന്നത് ശരിയായ നിലയിലായിരിക്കണം. കുടുംബത്തിൽ എങ്ങനെ പെരുമാറണമെന്ന് മക്കളെ പഠിപ്പിച്ചു വിടാത്ത ഒരു തള്ളയുള്ള കുടുംബത്തിൽ നിന്നല്ലേ നീ ഇങ്ങോട്ട് കയറി വന്നത്. എൻ്റെ തലയിലെഴുത്ത്, എൻ്റെ മോൻ്റെ തലയിലെഴുത്ത്. ഇങ്ങനെയായിരിക്കും പല അമ്മമാരും നീട്ടി പറയുന്നത്. ഒരുപാട് കുടുംബങ്ങളിൽ ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം. ദാമ്പത്യം തകർക്കുന്നതിൽ വലിയൊരു പങ്ക് ഈ അമ്മമാർക്കുണ്ട്. അമ്മായി അപ്പനുണ്ടോ എന്ന് ചോദിച്ചാൽ അത് ഉണ്ട്, പക്ഷെ അത് പരിമിതമാണ്. ചില ഏരിയകൾ മാത്രമേ അത് നമുക്ക് പറയേണ്ടതുള്ളൂ. കൂടുതലും അമ്മ തന്നെയാണ്. അമ്മ കണ്ണും നോക്കി കാതും കൂർപ്പിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. എപ്പോഴാണ് അടുക്കളയിൽ മരുമകൾ കയറിയാൽ ഉടൻ നോക്കും,
ഇങ്ങനെയല്ല കറിക്ക് അവരെന്തെങ്കിലും അടുക്കളയിൽ ചെയ്യാൻ വേണ്ടിയായിരിക്കും ഈ മരുമകൾ വരുന്നത്. അയ്യോ ചായ ഇങ്ങനെയാണോ ഉണ്ടാക്കാൻ, നിന്നെ ആരും അത് പഠിപ്പിച്ചില്ലേ കുട്ടി, ചായക്ക് ഇത്രയും തേയില ഇടരുത്, ഇത്രയും പഞ്ചസാര ഇടരുത്, അവന്റെ പഞ്ചസാര ഇത്രയൊന്നും അല്ല, അവന്റെ ഇതൊക്കെ ചോദിച്ച് നീ മനസ്സിലാക്കണ്ടേ, മാറി നിൽക്ക്, ഞാൻ ഉണ്ടാക്കി തരാം, കൊണ്ട് കൊടു. ഇനി അമ്മ ഉണ്ടാക്കുന്ന ചായയും കൊണ്ട് മരുമകള് സ്വന്തം ഭർത്താവിന്റെ അടുക്കലേക്ക് പോവേണ്ടി വരും. അവർക്ക് ഒരു ചായ ഉണ്ടാക്കി കൊടുക്കാൻ കഴിയാൻ ഇവർ സമ്മതിക്കണ്ടേ. അവർക്ക് ഉള്ള നല്ല പാചകം ചെയ്യാനൊക്കെ അറിയുന്ന പെൺകുട്ടിയാണ്. പക്ഷെ ഈ പാചകം എന്ത് ചെയ്താലും അമ്മായിയമ്മ ഊടൻ ചാടി വീണ് കുറ്റപ്പെടുത്തും. അതിൽ ഉപ്പില്ല, ഇതിൽ മുളകില്ല, അതില് അങ്ങനെയായിപ്പോയി, ഇതിൽ ഇങ്ങനെയായിപ്പോയി, വെന്തില്ല, വേവ് കുറവാണ്, ഇങ്ങനെയാണോ ചെയ്യാൻ, ഇതൊക്കെ ആര് നിന്നെ പഠിപ്പിച്ചു, തുടങ്ങും അങ്ങോട്ട്. ഈ പെൺകുട്ടിക്ക് പിന്നെ എങ്ങനെയാണ് അടുക്കളയിൽ കയറാൻ തോന്നുക? പെൺകുട്ടി അടുക്കളയിൽ കയറിയില്ലെങ്കിലോ അതിനും കുറ്റം. അത് അമ്മായിയമ്മയുടെ കാര്യമേ ഞാൻ ഇപ്പൊ പറയണുള്ളൂ. മറ്റു വലിയൊരു കഥാപാത്രം അപ്പുറത്തുണ്ട്, നാത്തൂൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രം. കല്യാണം കഴിക്കാത്ത നാത്തൂൻ ഉണ്ടെങ്കിൽ കട്ടപ്പോകാം. അവിടെ ഉണ്ടെങ്കിൽ ഈ വന്നു കയറുന്ന ചേട്ടന്റെ ഭാര്യയെ അടിച്ചു ഒതുക്കും. അത് നാക്കുകൊണ്ട് തന്നെ അടിച്ചൊതുക്കും, കൈവെക്കണമെന്നൊന്നുമില്ല. നാത്തൂൻമാരി എല്ലാവരും അല്ല കേട്ടോ, ഞാൻ ഈ പറയുന്നതൊക്കെ എല്ലാവരെ കുറിച്ചുമാണെന്നും കരുതി കളയരുത്. ഇതിനിടയ്ക്ക് ചുരുക്കം വളരെ ചെറിയൊരു ശതമാനം നാത്തൂന്മാരും അമ്മായിയമ്മമാരും മാത്രമേ ഇതിന് വിപരീതമായുള്ളൂ. മഹാഭൂരിപക്ഷം ഇങ്ങനെ തന്നെയാണ് ഞാൻ ഉറപ്പിച്ചു പറയും. കാരണം ചില്ലറ കേസുകളൊന്നും അല്ല അടുക്കലേക്ക് വരുന്നത്. ഇത് കാണിക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഒന്നുകിൽ ഈ ഭർത്താവ് എന്ന് പറയുന്ന മനുഷ്യനും തൻ്റെ ഇളത്തോടുകൂടി ഒരു നിലപാടെടുക്കണം. ഈ വീട്ടിൽ എൻ്റെ ഭാര്യ ഉണ്ടാക്കുന്ന ചായ ഞാൻ കുടിക്കും. അമ്മ ഇതുവരെ ഉണ്ടാക്കിയ ചായ ഞാൻ കുടിച്ചല്ലോ, ഇനി അവൾ ഉണ്ടാക്കട്ടെ, കുറഞ്ഞു പോയാലും കുഴപ്പമില്ല അമ്മേ, അതൊക്കെ സഹിക്കാം, അവൾ പിന്നെ പഠിച്ചോളും. ഈ നിലവിൽ സ്ട്രോങ് ആയി നിൽക്കണം. മകൻ സ്ട്രോങ് ആണെന്ന് കരുതിയ ഈ അമ്മ പത്തി മടക്കും. മകനും ഈ ഞാൻ പറയുന്നതിനപ്പുറം പോകില്ല എന്ന് കരുതി ഈ ചാട്ടവാറുമായിട്ട് നടക്കുന്ന അമ്മമാരുണ്ടെങ്കിൽ ഒരു രക്ഷയുമില്ല നിങ്ങളുടെ ജീവിതം. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഭർത്താക്കന്മാരെ ഞാൻ നിങ്ങളോട് പറയുന്നു, ജീവിതം നിങ്ങൾക്ക് വേഗം മടുത്ത് നിങ്ങൾ നാശത്തിലേക്ക് പോകും. അപ്പോൾ ഇത് എന്താ പരിഹാരം എന്ന് ചോദിച്ചാൽ, ഒന്നുകിൽ നിങ്ങൾക്ക് വീട് മാറാൻ കഴിയില്ല എങ്കിൽ ആ വീട്ടിൽ നിങ്ങൾ സ്ട്രോങ് സ്റ്റാൻഡ് എടുക്കണം. ഇതെന്റെ ഭാര്യയാണ്, ഞാൻ വിവാഹം കഴിച്ച പെൺകുട്ടിയാണ്, അവൾ ഉണ്ടാക്കുന്നത് എന്തോ അതെനിക്ക് മതി, അവൾക്ക് ഇങ്ങനെ മതി എങ്കിൽ ഇങ്ങനെ മതി. അമ്മ ഇനിയെങ്കിലും അമ്മ ഒരു കാര്യം ചെയ്യണം, അമ്മ വിശ്രമിച്ചോളൂ. അമ്മയ്ക്ക് എന്താ കുഴപ്പം, അമ്മയ്ക്ക് ആവശ്യമുള്ളതൊക്കെ അവൾ തരും, അല്ലെങ്കിൽ ഞാൻ തരും, അമ്മ വിശ്രമിച്ചാൽ മതി. അമ്മ എല്ലാത്തിനും ഇടപെടാൻ വരരുതെന്നു സ്ട്രോങ് സ്റ്റാൻഡ്. അപ്പൊ അമ്മ കരയും, അമ്മ അങ്ങോട്ട് പിടിച്ചിൽ തുടങ്ങും, നെഞ്ചത്തടിക്കും, എടാ ഇപ്പോ ഞാൻ നിനക്ക് വേണ്ടാതായോടാ എന്നൊക്കെ പറഞ്ഞ് ഈ അമ്മ നെഞ്ചത്തടിച്ചും നിലവിളിച്ചും അവിടെ പരാക്രമം കാണിക്കും. അയൽക്കാരോട് എല്ലാം പോയി പറയും, ബന്ധുക്കളെ മുഴുവൻ വിളിച്ചു പറയും. അവനിപ്പോ പഴയതുപോലെയൊന്നും അല്ല കേട്ടോ, അവൻ ആളാകാ മാറിപ്പോയി, അവള് വന്ന് കൂടോത്രം ചെയ്ത് അവനെ മാറ്റി, അവനെ അങ്ങനെയാക്കി ഇങ്ങനെയാക്കി എന്ന് പറഞ്ഞ് ഈ അമ്മ അങ്ങോട്ട് തുടങ്ങും. ഇതിനെല്ലാം എങ്ങനെയാണ് ഇവർക്ക് പ്രേരകം വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളോടൊരു പരമാർത്ഥം ഞാൻ പറയാം. സീരിയലാണ്, ടി വിയിൽ വരുന്ന സീരിയല് ഒന്നും വിടാതെ കൂട്ടിയിരുന്ന് കാണുകയാണ് പല അമ്മമാരുടെ ഈ ജോലി. അതിൽ നിങ്ങളെയൊക്കെ പിടിച്ചിരുത്താൻ പിന്നെ അവർ ഒരുക്കുന്ന ഒരു വലിയ ചേരുവക എന്ന് പറഞ്ഞാൽ കുടുംബത്തിലെ അമ്മായിയമ്മ പോരാണ്. ഈ അമ്മായിയമ്മ പോരിന് ശരിക്കും നിങ്ങളെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ആ കസേരയിൽ ചടഞ്ഞിരുന്ന് സീരിയൽ കാണാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ അവർ കയറ്റും. ഇതെല്ലാം ഈ അമ്മായിയമ്മ കാണുമ്പോൾ അമ്മായിയമ്മ കരുതുന്നത് ഇതൊക്കെ തന്നെയാണ് ഈ മരുമക്കളുടെ ജോലി, ഇതൊക്കെ തന്നെയാണ്, കണ്ടില്ലേ ഇതുപോലെയാണ്. അപ്പോ അതിൽ നിന്ന് കിട്ടുന്ന പാഠം ശരിയാണെന്ന് വിശ്വസിച്ചുകൊണ്ട് അവർ അത് വെച്ചുകൊണ്ടാണ് മരുമകളോട് കൊമ്പ് കോർക്കുന്നത്. യഥാർത്ഥത്തിൽ ഒരു കഥാകൃത്ത്, ഒരു സീരിയൽ റൈറ്റർ, അയാളെ ഇംഗിതം പോലെ എഴുതും. അയാൾക്ക് വേണമെങ്കിൽ ഈ അമ്മായിയമ്മയെ നല്ലവളാക്കാം, ചീത്തയാക്കാം, മരുമകളെ നല്ലവളാക്കാം, ചീത്തയാക്കാം, ഈ ഭർത്താവ് എന്ന് പറയുന്നവനെ ധീരനാക്കാം, കോന്തനാക്കാം. ഇതെല്ലാം ഒരു സ്ക്രിപ്റ്റ് റൈറ്ററുടെ ഭാവനയാണ്. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി പോലും നമ്മുടെ നാട്ടിൽ പല സ്ത്രീകൾക്കും ഇല്ല. സീരിയൽ കണ്ട് കുടുംബം തകർത്ത എത്രയോ പെണ്ണുങ്ങളെ എനിക്കറിയാം, എനിക്ക് വ്യക്തമായും അറിയാം എന്നുള്ളതാണ്. ഇതെല്ലാം ശരിയെന്ന് വിശ്വസിച്ചുകൊണ്ട് പോകുന്നത്. അതിൽ റീസെന്റ് ആയിട്ട് വന്നൊരു സംഭവം ഞാൻ ഒന്ന് പറഞ്ഞു നിർത്താം, ഡീറ്റെയിൽ ഞാൻ വേറെ വീഡിയോയിൽ പറയാം. അതായത് സീരിയലിൽ ഈ ഭാര്യയുടെ അനിയത്തിയെ ആ സീരിയലിലെ കഥാനായകനായ ഭർത്താവ് പിന്നെ ഒരു കമ്പം തോന്നുന്നു. ഈ കമ്പം തോന്നുന്നത് ആ ഭാര്യയ്ക്ക് മനസ്സിലാകുന്നു.
അവർ പിന്നെ സംശയത്തോടു കൂടിയാണ് ഭർത്താവിനെ നോക്കുന്നത്. തുടർന്ന് വരുന്ന പ്രോബ്ലംസ് ആണ് ഈ സീരിയലിൽ വരുന്നത്. ഇത് കണ്ടതിന് ശേഷം പലയിടത്തും അനിയത്തിമാര് പല ഭാര്യമാരും വീട്ടിൽ കയറ്റാതായി. വന്നു കഴിഞ്ഞാൽ അവർക്ക് പിന്നാലെ ചുറ്റി നടപ്പായി. കാരണം ഭർത്താവിനെ ഇവിടെ വളർത്തുന്നുണ്ടോ. സീരിയലിൽ കണ്ടതുപോലെയൊക്കെയാണല്ലോ സംഭവങ്ങൾ. ഇങ്ങനെ അത് നടന്ന ഒരു സ്ഥലവും അതിൻ്റെ സാഹചര്യങ്ങൾ ഞാൻ മറ്റൊരു എപ്പിസോഡിൽ വിവരിക്കാം. ഈ എപ്പിസോഡിൽ അത് അങ്ങോട്ട് പോകുന്നില്ല. പക്ഷെ ഇങ്ങനെയൊക്കെയാണ് സ്ഥിതി എന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ഇത് എല്ലാ വീടുകളിലും ഈ അമ്മായിയമ്മ പോര് തുടരുമ്പോൾ സൊല്യൂഷൻ എന്താണ്? ഒന്ന്, കഴിയുമെങ്കിൽ ഈ ഭർത്താവ് എന്ന് പറയുന്ന മനുഷ്യൻ ഒരു സ്ട്രോങ് ആയിട്ട് തൻ്റെ ഭാര്യയോട് കൂടി നിൽക്കുക. നമ്പർ 2, അമ്മയോട് കൃത്യമായും ഇൻസ്ട്രക്ഷൻ കൊടുക്കുക. സ്ട്രോങ് ആയി പറയുന്ന സ്ട്രോങ് ആയിരിക്കണം. സ്ട്രോങ് ആയി, അല്ലാതെ അഴകഴമ്പം പഴത്തിലെന്താ അമ്മ ഇനി മതിയാക്കണേ, അമ്മയുടെ ഇതുവരെയുള്ള എല്ലാം മതി, എനിക്ക് ഭാര്യയല്ലേ, എനിക്ക് അവളെ ഉപേക്ഷിക്കാനൊന്നും പറ്റൂല, അവളോട് വഴക്കുണ്ടാക്കാനും പറ്റില്ല, അവളുടെ പാട്ടിന് അമ്മ വിടുക, അങ്ങനെയാണെങ്കിൽ മതി, നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് ഇവിടെ, ഇല്ലെങ്കിൽ ഞാൻ വേറെ പോകാൻ തീരുമാനിച്ചു. ഇങ്ങനെ പറയാൻ കരുത്ത് കാണിക്കണം. ഇനി ഇങ്ങനെ പറഞ്ഞിട്ടും നടന്നില്ലേ, നിങ്ങൾ സ്ട്രോങ് ഡിസിഷൻ എടുക്കണം മനുഷ്യ. നിങ്ങൾ വേറെ വീടെടുത്ത് പോകണം, വാടക വീടായാലും മതി, സമാധാനത്തോടെ ജീവിക്കാമല്ലോ. ഇനി അമ്മയ്ക്ക് ആരുണ്ട്? അമ്മയ്ക്ക് ദൈവമുണ്ട്. നിങ്ങളൊന്നും വേണമെന്നൊന്നും ഒന്നുമില്ല. നിങ്ങൾ പോയാൽ അമ്മയുടെ കൂട്ടത്തിൽ ആരുണ്ടാവും? ദൈവം ഉണ്ടാവും. ഇല്ലെങ്കിൽ അവരുടെ ബന്ധുക്കൾ വന്ന് നിൽക്കും, അയൽക്കാർ നോക്കും, ഇല്ലെങ്കിൽ അവരെ നോക്കിക്കോളും. അങ്ങനെ ഒരു ബോധം അവർക്കില്ലെങ്കിൽ പിന്നെ നമ്മൾ അവരെ ഇങ്ങനെ പിടിച്ച് അവിടെ നിർത്തിയിട്ട് കാര്യം എന്താ? നിങ്ങൾ കൂടെ നിർത്തിയിട്ട് കാര്യം എന്താ? അപ്പോൾ അമ്മയുടെ സ്ഥാനത്ത് നിൽക്കണം. അത് മകൻ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ അമ്മ മകനിന്റെ നിയന്ത്രണവും മകൻ കൊണ്ടുവന്ന ഭാര്യയുടെ മേലുള്ള നിയന്ത്രണവും എല്ലാം ഏറ്റെടുത്തിട്ട് ഞാനാണ് ഈ വീട്ടിലെ സർവ്വ അധികാരി എന്ന് പറഞ്ഞ ഒരു ഭാവമുണ്ടല്ലോ, അത് ഉപേക്ഷിക്കാത്ത അമ്മമാരോടൊപ്പം താമസിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് തന്നെ പറയുക. പിന്നെ നിവർത്തിയില്ലെങ്കിൽ മാറുക തന്നെ, മാറിപ്പോയി സന്തോഷമായിട്ട് ജീവിക്കുക. ഒരു അമ്മക്ക് എല്ലാം ചെയ്തു, അതിൻ്റെ നന്ദി നിങ്ങളെ മനസ്സിലുണ്ടാകണം. ഇടയ്ക്കൊക്കെ പോയി അമ്മയെ കണ്ടാൽ മതി. പക്ഷേ കുടുംബജീവിതം സ്വസ്ഥമാകണമെങ്കിൽ നിശ്ചയമായും ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു, ഈ പറഞ്ഞ കാര്യത്തിൽ ഏതെങ്കിലും ഒരു നിലപാട് നിങ്ങൾ എടുത്തിരിക്കണം. ഭാര്യ വേണോ അമ്മ വേണോ എന്ന് പറഞ്ഞാൽ രണ്ടുപേരും വേണം. പക്ഷേ രണ്ടുപേരെയും നിർത്തേണ്ടിടത്ത് നിർത്തിക്കൊണ്ട് പോയാൽ മതി. സ്വസ്ഥതയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം. അല്ലാതെ അമ്മയുടെ കൂടെ നിന്ന് അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരു കുടുംബത്തിലെ നായകനായി പോകുന്നതിനേക്കാളും നല്ലത് ഒന്നുകിൽ കല്യാണം കഴിക്കാതിരിക്കുക. അതാണ് അങ്ങനെയുള്ള ആളുകൾക്ക് നല്ലത്. കല്യാണം കഴിച്ച് കൊണ്ടുവന്ന പെണ്ണിനെ അമ്മയ്ക്ക് പിന്നെ അസഭ്യം പറയാനും ചീത്ത വിളിക്കാനും അവരെ കുറ്റപ്പെടുത്താനും കൊണ്ടുവരേണ്ട. നിങ്ങൾ കല്യാണം കഴിക്കേണ്ട, അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് അമ്മയാണ് വലിയ ആളാണെങ്കിൽ നിങ്ങൾ കല്യാണം കഴിക്കേണ്ട. അങ്ങനെ അമ്മയെ നിർത്തേണ്ടിടത്ത് നിർത്തി ജീവിച്ച ഒരുപാട് ആളുകൾ ഇപ്പോഴിവിടെ ഉണ്ട്. പക്ഷേ എല്ലാവരും ഇങ്ങനെയുള്ള കോന്തന്മാരല്ലെന്നേ ഉള്ളൂ. അതുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡിൽ പറയുന്നത് ഇതാണ്. ഒന്നുകിൽ നമുക്ക് കൃത്യമായ സമാധാന ജീവിതം വേണമെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യുക. ഇനി ചിലത് വേറെ പറയാനുണ്ട്. ഈ വന്നു കയറിയ പെണ്ണുമ്പിള്ള ഭാര്യ എങ്ങനെയൊക്കെ ആയിരിക്കണം, അതിനൊരു സംഭവം ഞാൻ പറയാം. അത് അടുത്ത എപ്പിസോഡിലാകാം. ഇത്തരം കുടുംബജീവിതത്തിലെ പ്രോബ്ലംസ് ഒക്കെ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്ന ചാനലാണ് ഇത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യാൻ ധൈര്യത്തോടെ ഷെയർ ചെയ്യുക. ഇനി ഞാൻ ഷെയർ ചെയ്താൽ അമ്മായിയമ്മ കണ്ടോ അവൾ കണ്ടോ എന്ന് പറയുമെന്നൊന്നും കരുതണ്ട. അമ്മായിയമ്മമാർ എന്തോ പറഞ്ഞോട്ടെ, നിങ്ങൾക്ക് പിന്നെ നിങ്ങൾക്കായിട്ട് അടുപ്പമുള്ള മറ്റ് പെൺകുട്ടികൾ ഭാര്യമാരുണ്ടെങ്കിൽ അവരൊക്കെ അറിഞ്ഞിരിക്കട്ടെ. അവർക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നതും നന്നായിരിക്കും. എന്തായാലും എപ്പിസോഡ് സബ്സ്ക്രൈബ് ചെയ്യണം, ഫോളോ ചെയ്യണം.